നമ്മുടെ ലിഫ്റ്റിൻ്റെ കേസിൽ 3 വേക്കൻസി മിനിമം ഉണ്ട് കേട്ടോ. മിനിമം 3 വേക്കൻസി ഉണ്ട്. ഇന്ന് നമ്മുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. 18-ാം തീയതിയാണ് എക്സാം. അപ്പോൾ അത്യാവശ്യം നല്ല സ്കോപ്പുള്ളൊരു വിഷയമായതുകൊണ്ട് നമ്മൾ ചെറിയ വീട്ടിൽ വരെ ഇപ്പോൾ ലിഫ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് ഭാവിയിൽ, അതായത് ഈ ലിസ്റ്റിൻ്റെ കാലാവധി 3 കൊല്ലം ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വേക്കൻസി ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം പുതിയ പല കോളേജിലും ITIയിലും ഈ ഒരു ട്രേഡ് വരാൻ ചാൻസ് ഉണ്ട്. മിനിമം 3 വേക്കൻസി ഉണ്ട്. ലിസ്റ്റിൻ്റെ കാലാവധി 3 കൊല്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം സീരിയസ് ആയിരുന്ന് പഠിച്ചാൽ നമുക്കിത് റാങ്കിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. പിന്നെ കട്ട് ഓഫ് ഒരിക്കലും 60 എബവ് പോകാൻ ചാൻസ് വളരെ കുറവാണ്. ചാൻസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ ബേസിക് ഇലക്ട്രിസിറ്റി അതിൽ നിന്നാണ് നമുക്ക് 50 മാർക്കിന് നമുക്ക് വെയിറ്റേജ് ഉള്ളത്. ആ 50 മാർക്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അതിൽ ബേസിക് ഇലക്ട്രിസിറ്റി, പിന്നെ നമ്മുടെ AC/DC മെഷീൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സ്, സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്സ്, SCR, സിലിക്കൺ കൺട്രോളർ, അതുപോലെ തന്നെ റെക്ടിഫയർ, അതുപോലെ തന്നെ JFET, MOSFET, പിന്നെ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ ലോജിക് ഗേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് 2-3 മൊഡ്യൂളിൽ നമ്മൾ ട്രേഡുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ലിഫ്റ്റ്, ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ സേഫ്റ്റി, എന്താണ് എസ്കലേറ്റർ, ടൈപ്പ് ഓഫ് എസ്കലേറ്റർ, പാരലൽ, പിന്നെ ക്രോസ്, പിന്നെ മൾട്ടിപ്പിൾ പാരലൽ എസ്കലേറ്ററിൻ്റെ ഭാഗങ്ങൾ, അതിലൊക്കെ 15 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ടോപ്പിക്കാണല്ലേ. അപ്പം നമ്മുടെ ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനം അവർ ഒരു 5 ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ മുന്നിലുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏകദേശം 5 ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുമ്പോൾ 180ഓളം വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇത് ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ളതല്ല കേട്ടോ. ബേസിക് ഇലക്ട്രിസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എനിക്കത്ര വലിയ സ്ട്രോങ് ഏരിയ അല്ല ഇലക്ട്രിസിറ്റി. എന്നാൽ ഞാൻ അങ്ങനത്തെ എക്സാം എഴുതാറുണ്ട്. അതിൻ്റെ തിയറി ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ ലിഫ്റ്റിൻ്റെ കേസിൽ 180ഓളം ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ്റെ PDF നിന്നും നമുക്കൊരു 2 PDF ഉണ്ട്. അതിലും MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഡിസംബർ സൺഡേ ആയിട്ട് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഡിസംബർ 11, 12, 13, 14, 15 ഈ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, മിക്കവാറും ലിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കുകളെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ ഈ ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ആ ഭാഗം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളും നമുക്ക് നോക്കാം. അതിൽ സ്കഫോൾഡിങ് പറഞ്ഞിട്ടുണ്ട്. സ്കഫോൾഡിങ്ങിൽ സ്ഥിരമായി PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സിലബസിൽ ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഭാഗങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ്ങും അത് എവിടെ ഉപയോഗിക്കുന്നു, ഈ സ്കഫോൾഡിങ് എവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉയരം കിട്ടൂല്ലേ, നമ്മൾ ഉയരത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട് അല്ലേ, ഗ്രാവിറ്റി കാരണം നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ടെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഉയരം കിട്ടും. ആ ഉയരം കിട്ടുന്ന വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിങ്. മെയിനായിട്ട് മെത്തേഡ് ഓഫ് ഇറക്ഷനെ അനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം, 2 ക്ലാസിഫൈ ചെയ്യാം. ഡിപ്പെൻഡൻറ്റ് സ്കഫോൾഡിങ്ങും ഇൻഡിപെൻഡൻറ്റും. ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, ഫിഗർ 21, 22, 23, 21, 22, 23 അല്ലേ, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കുറേ കാലുകൾ കുഴിച്ചിട്ടുണ്ട് അല്ലേ. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറേ കാലുകൾ ഇങ്ങനെയുണ്ട്, ലഡ്ജർ ഉണ്ട്, സ്റ്റാൻഡേർഡ്, ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള നമ്മൾ വിളിക്കും സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കും. അതിനെ പരസ്പരം കണക്ട് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യും, ലഡ്ജർ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിക്കാനൊക്കെ പുഡ് ലോഗ് ഉപയോഗിക്കും. പിന്നെ ഗാർഡ് റെയിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ടൈപ്പാണ്. ഇത് നമ്മളെ ചുമരാണ്. ഈ ചുമരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഹോൾ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലാറ്റ്ഫോം ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് വെക്കും. ഇതൊരു ടൈപ്പ്. ഇത് വേറൊരു ടൈപ്പ്. ഇതിൽ ഒരുപാട് സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ. ഇതിൽ എത്ര സ്റ്റാൻഡേർഡ് കാണുന്നുണ്ട്, 1, 2, 3, 4 സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ. ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ലഡ്ജേഴ്സ് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇതും വേറൊരു ടൈപ്പാണ്. ഇതിൽ പുട്ട് ലോഗ് ഉണ്ട്, 1, 2, 3, 4, 5 ഇങ്ങനെ ഒരുപാട് പുട്ട് ലോഗ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ലഡ്ജർ അടിഭാഗത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മെത്തേഡ് ഓഫ് ഇറക്ഷനെ അല്ലേ, ഇറക്ഷനെ നമുക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്. ഇനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നമുക്ക് അറിയാം, വുഡ്, മെറ്റൽ. വുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുള കൊണ്ടൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കാനൊക്കെ നമ്മൾ ഉണ്ടാക്കിയില്ലേ. ആ വുഡൻ സ്കഫോൾഡിംഗ് ഉണ്ട്, മെറ്റൽ സ്കഫോൾഡിംഗ് ഉണ്ട്. വുഡൻ സ്കഫോൾഡിങ്ങിന് നമ്മൾ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് വുഡൻ സ്കഫോൾഡ്സ് ആർ യൂസ്ഡ്. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു നിലയുള്ള കെട്ടിടത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വുഡൻ സ്കഫോൾഡ് ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ ഗുണം, സ്കഫോൾഡിങ്ങിൽ ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ മാത്രം ഉപയോഗിക്കുള്ളൂ. കാരണം ഹൈറ്റിലേക്ക് നമ്മൾ വിശ്വസിച്ച് നമുക്ക് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. ഇനി അടുത്തത് ഗുണങ്ങൾ അല്ലേ.
പ്ലൻറ്റി ചീപ്പ് അവൈലബിൾ ആയിട്ട് നമുക്ക് എന്ത് സാധനം കിട്ടും, വുഡ് കിട്ടും. പിന്നെ ഫിറ്റിങ്സ് ഒന്നും നമ്മൾ ചെയ്യേണ്ട അല്ലേ, നമ്മൾ കയറുകൊണ്ട് കെട്ടുക അല്ലെങ്കിൽ ആണി അടിച്ച് ചെയ്താൽ മതി. പിന്നെ എക്സ്ട്രാ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നുമില്ല. ഈസിലി കട്ട് ടു സൈസ്, നമ്മൾ വാളോണ്ടോ ഉള്ളിയോണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ വേസ്റ്റേജ് എന്താ നമുക്ക് എന്ത് ചെയ്യാം, ഫയർവുഡായിട്ട് എടുക്കാം, അല്ല വർഗിനായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഇതൊന്നും PSC പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, നമ്മൾ വെറുതെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി അടുത്ത് ട്യൂബ്ലെസ് സ്കഫോൾഡിങ്, അത് നമുക്ക് സ്റ്റീലാണ് ഉപയോഗിക്കുക അല്ലേ, പുതിയ മോഡൽ സ്റ്റീലാണ് ഉപയോഗിക്കുക. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലെസ് ഡിറ്റീരിയേറ്റ്, അത് കേട് വരുന്നില്ല, അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, റാപ്പിഡ്ലി നമുക്ക് വെക്കുകയും ചെയ്യാം, ഡിസ്മാൻഡിൽ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇൻറ്റേർണൽ വർക്കിന് ഒരുപാട് കൺവീനിയൻ്റ് ആണ്. പിന്നെ ലെസ് സ്പേസ് എടുക്കത്തുള്ളൂ. മറ്റേതിന് ഇപ്പോൾ ഒരു 4 കാല് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വെറും 1 കാല് സപ്പോർട്ട് ചെയ്താൽ മതിയാവും. പിന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് നമുക്ക് ഉപയോഗിക്കാം, ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് ക്വിക്ക്ലി ട്രാൻസ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നോട്ട് റിക്വയർ ഹോൾ ഇൻ ദി വാൾ ആസ് ഇൻ ദി കേസ് ഓഫ് അതർ ടൈപ്പ് ഓഫ് വുഡ് ഓർ ടിമ്പിൾ. നമ്മൾ ചുമരിൻ്റെ ഇതിൽ മരം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് നമ്മൾ കോൺക്രീറ്റ് വർക്കിനൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഡയറക്റ്റ് നമുക്ക് നെറ്റ് ബോൾട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഇറക്ഷൻ്റെ ബേസിൽ നമ്മൾ പഠിച്ചു ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ്, മറ്റേതിൻ്റെ വുഡനും ട്യൂബുലർ സ്കഫോൾഡിങ്ങും. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും PSC പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ചോദ്യം കണ്ടിട്ടുണ്ട്. ഈ ഡിപ്പെൻഡൻറ്റ് വിളിക്കുന്ന വേറൊരു പേരാണെന്ത്, ബ്രിക്ക് ലെയേഴ്സ് അല്ലെങ്കിൽ പുട്ട്ലോക്ക് സ്കഫോൾഡിങ്. PSC പോയിൻ്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇതിൻ്റെ വേറൊരു പേരാണ് ഡിപ്പെൻഡൻറ്റ് സ്കഫോൾഡിങ്ങിൻ്റെ വേറൊരു പേരാണ് ബ്രിക്ക് ലെയേഴ്സ് സ്കഫോൾഡിങ്, കാരണം അവരാണ് കൂടുതൽ ഉപയോഗിക്കുക പുട്ട്ലോക്ക് സ്കഫോൾഡിങ്. ഇതിലെ മെർട്ടിക്കൽ മെമ്പേഴ്സ് നമ്മൾ എന്ത് വിളിക്കും, സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കും. സ്റ്റാൻഡേർഡ്സ് നോക്കിക്കോട്ടോ, ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് വിളിക്കും സ്റ്റാൻഡേർഡ്. ഇതിലേതാണ് സ്റ്റാൻഡേർഡ്, കണ്ടോ, ഇതിൽ ഇത് സ്റ്റാൻഡേർഡ്, ഇത് സ്റ്റാൻഡേർഡ്, ഇത് സ്റ്റാൻഡേർഡ്, ഇത് സ്റ്റാൻഡേർഡ്. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ലഡ്ജർ ഉപയോഗിക്കും. ഓക്കെ ആണോ? പിന്നെ ഈ സ്റ്റാൻഡേർഡിൻ്റെ ഡയമീറ്റർ മിനിമം 10-15 മില്ലിമീറ്റർ ഉണ്ടാവും. പിന്നെ ഓരോ സ്റ്റാൻഡേർഡ് തമ്മിൽ 1.5 മീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും. ഇനി അടുത്തത് ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ ഹൊറിസോണ്ടലി ലഡ്ജർ ഉപയോഗിച്ച് കണക്ട് ചെയ്യും. പിന്നെ പുട്ട്ലോഗ് അതിൻ്റെ മുകളിൽ നമ്മൾ വെക്കും. പിന്നെ പുട്ട്ലോഗിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മരം കൊണ്ടുള്ള പലകകളൊക്കെ വെക്കും. നമുക്ക് വെറും പുട്ട്ലോഗ് എന്ന് പറയുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ കമ്പിയാണ് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ നമ്മൾ കയറി നിന്നാൽ നമ്മൾ കാല് വെളുക്കൂലേ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മരത്തിൻ്റെ പ്ലാങ്ക്സൊക്കെ നമ്മൾ വെക്കും. ഇനി ഹൈ ബിൽഡിംഗ് ഡയഗണൽ മെമ്പേഴ്സ് നോൺ ആസ് ബ്രേസസ് ആർ ഫിക്സ്ഡ്. വെറും ഇങ്ങനെ വിലങ്ങനെ വെച്ച് പോയ ഇയാൾ എന്ത് ചെയ്യും, ഇപ്പോൾ 2 നിലയുണ്ട്, ഇങ്ങനെ വിലങ്ങനെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇയാൾ ചിലപ്പോൾ ചെരിയാനും പറയാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിലങ്ങനെ കൂടി സപ്പോർട്ട് കൊടുക്കും. കണ്ടോ ഇങ്ങനെ ഡയഗണൽ ബ്രേസിങ് കൊടുക്കും. കണ്ടോ, ഇതാണ് ബ്രേസിങ് അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കും. നമ്മൾ നാട്ടിൽ പെയിൻറ്റ് പണിക്കാരൊക്കെ ചെയ്തിട്ടില്ലേ, സെയിം സാധനം കേട്ടോ. അപ്പോൾ ബ്രേസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടി സ്ട്രെങ്ത് കിട്ടും. ഇനി അടുത്താണ് ട്യൂബ്ലെസ് സ്കഫോൾഡിങ്. നമ്മൾ പഠിച്ചു അല്ലേ, ട്യൂബാണ് ഉപയോഗിക്കാമെന്ന് പഠിച്ചു അല്ലേ. ഇനി എന്താണ് ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ് നോക്കാം. ഇൻഡിപെൻഡൻറ്റ്, ദിസ് ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ് ഈസ് കാൾഡ് മേസൺ സ്കഫോൾഡിങ്സ്. മേസൺ സ്കഫോൾഡിങ് ഇത് ഡിപ്പെൻഡൻറ്റിൽ നോക്കി നോക്കൂ നിങ്ങൾ അല്ലേ. നമ്മൾ കെട്ടിപ്പൊക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് എന്തുണ്ട്, സപ്പോർട്ട് ഉണ്ട് അല്ലേ. പക്ഷേ മേസൺ സ്കഫോൾഡിങ്ങിൽ ഈ കെട്ടിടവും നമ്മൾ സ്കഫോൾഡും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. പ്ലാറ്റ്ഫോമൊന്നും അതിന് തൊടും കൂടി ചെയ്യില്ല അല്ലേ. കാരണം നമുക്ക് തേക്കേണ്ടത് ഏതാ, നമുക്ക് തേക്കേണ്ടത് ഈ ചുമരാണ്. ഈ ചുമരുമ്പോൾ തന്നെ നമ്മളെ കാലും കൈയൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എഴുതിക്കുക. നമ്മളെ സ്കഫോൾഡിങ്ങിൻ്റെ കാലും കൈയൊക്കെ അല്ലെങ്കിൽ ഓരോ മെമ്പറും ഇതുമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തേച്ചിട്ട് വല്ല കാര്യമുണ്ടോ. അതുപോലെ പെയിൻ്റ് അടിക്കുകയാണ്, പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മളിവിടെ കോണി ചാരി വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം പിന്നെ ആരാ വന്ന് അടിക്കുക. അപ്പോൾ ഈ കെട്ടിടവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്കഫോൾഡിങ്ങിനെ എന്ത് വിളിക്കും, ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ് എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ മേസൺ വർക്കിനൊക്കെ ഉപയോഗിക്കുക. ഇതിന് 2 റോ ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു റോ ഓഫ് സ്റ്റാൻഡേർഡ് എന്താ, നമ്മുടെ ഈ കെട്ടിടമാണ് അല്ലേ. ഇവിടെ വേറെ ഒന്ന് മാത്രം മതി ഡിപ്പെൻഡൻ്റ്. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഈ കെട്ടിടം അതിന് തൊടാൻ പോലും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് എന്ത് ചെയ്യും, പാരലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വെക്കും, പിന്നെ വേറെ സ്റ്റാൻഡേർഡ് വെക്കും. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ചിത്രം നോക്കി നോക്കും നിങ്ങൾ, കണ്ടേ, നമ്മൾ കെട്ടിടത്തെ അവിടെ ഉണ്ട് അല്ലേ, അതിന് പാരലായിട്ട് എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് വെച്ചു, വേറെ സ്റ്റാൻഡേർഡ് വെച്ചു. ഓക്കെ ആണോ, നമ്മൾ പെയിൻറ്റ് മക്കയിലൊക്കെ ഉപയോഗിക്കുന്ന മാതിരി. സോറി. ഇനി അടുത്തത് വൺ ക്ലോസ് ടു ദി ബിൽഡിംഗ് സ്ട്രക്ചർ ആൻഡ് അതർ അറ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ദി റിക്വയർഡ് പ്ലാറ്റ്ഫോം. നമുക്ക് എത്രത്തോളം കാലിന് വീതി വേണോ അത്രത്തോളം വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് വെക്കുക. ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിംഗ് ഈസ് വെരി സ്ട്രോങ്ങർ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി ഓപ്പറേഷൻ സച്ച് ആസ് മാസണറി വർക്ക് അല്ലേ, തേപ്പിനൊക്കെ നമ്മൾ ഉപയോഗിക്കും. പ്രൊസീജിയർ ഫോർ ഇറക്റ്റിംഗ് ട്യൂബ്ലെസ് സ്കഫോൾഡിംഗ് ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക കേട്ടോ, അതൊന്നും PSC പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി
എന്താണ് നീഡിൽ? അടുത്തത് സം അതർ ടൈപ്പ് ഓഫ് സ്കഫോൾഡിങ്. ഇവിടുന്ന് PSC സ്ഥിരമായി ചോദിക്കാറുണ്ട്. എന്താണ് നീഡിൽ സ്കഫോൾഡിങ്? ഫിഗർ 25. ദിസ് ജനറലി യൂസ്ഡ് ഫോർ റിപ്പയറിങ് പർപ്പസ്. അല്ലേ, നമുക്ക് റിപ്പയറിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് പുതുതായിട്ട് ഫുള്ള് സ്കഫോൾഡിങ് കൊണ്ടുവരലൊക്കെ നടക്കില്ലല്ലോ. ഫോർ ആഡിങ് ഫർദർ സ്റ്റോറീസ് ഇൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. മാത്രമല്ല ബിൽഡിങ്ങിൽ പുതിയൊരു നില ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നീഡിൽ സ്കഫോൾഡിങ് കൊടുത്താൽ മതി. ഈ ചിത്രം നോക്കി നോക്കും നിങ്ങൾ അല്ലേ. ഇത് നമ്മുടെ പഴയ നില, അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രെച്ച് വെച്ചു, ഒരു സ്ട്രട്ട് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കഫോൾഡിങ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ വിളിക്കുക നീഡിൽ സ്കഫോൾഡിങ് എന്ന് വിളിക്കുക. നീഡിലൊക്കെ കണ്ടോ നിങ്ങൾ? കണ്ടോ? സിമ്പിളല്ലേ? നീഡിൽ എന്തൊക്കെയാണ്? റിപ്പയർ വർക്കിന്, കീവേഡ് PSC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ റിപ്പയർ വർക്കിനും പുതിയ ഒരു സ്റ്റോറി ബിൽഡിങ്ങിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കുക? നീഡിൽ സ്കഫോൾഡിങ് ഉപയോഗിക്കുക. അടുത്തത് സസ്പെൻഡ് സ്കഫോൾഡിങ്. ഇനി ഫോർ റിപ്പയർ, ക്ലീനിങ്, പെയിൻറ്റിങ്. എന്തൊക്കെയാണ്? റിപ്പയർ വർക്കിന്, ക്ലീനിങ്ങിന്, പെയിൻറ്റിങ് ആൻഡ് ഇറക്ഷൻ ഓഫ് ബിൽഡിംഗ് വേരിയസ് ടൈപ്പ് ഓഫ് വർക്ക് പ്ലാറ്റ്ഫോം റിക്വയർഡ് അറ്റ് വേരിയസ് ലെവൽ. എന്ത് ചെയ്യും? വേരിയസ് ഇത് വേണ്ടി വരും. ഇറ്റ് ക്യാൻ ബി ഈസിലി പ്രൊവൈഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം ടൈം ടു ടൈം. ഈ സജസ് പ്ലാറ്റ്ഫോം ക്യാൻ ബി ഈസിലി സസ്പെൻഡ് ആൻഡ് സോൺ. ഇതാണ് ഇത് സസ്പെൻഡ് സ്കഫോൾഡിങ് അല്ലേ. ഒരു കയറും എന്ത് ചെയ്തിട്ടുണ്ട്? ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പല കെട്ടി തൂക്കിയിട്ടുണ്ടല്ലേ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സസ്പെൻഡ് സ്കഫോൾഡിങ്. സിമ്പിളാണ് അല്ലേ, പക്ഷേ എന്താ, പേടിച്ച് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനൊക്കെ ഉപയോഗിക്കുക? റിപ്പയറിങ്ങിന്, പെയിൻറ്റിങ്ങിനൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടല്ലേ. ഇനി അടുത്താണ് ലാഡർ സ്കഫോൾഡിങ്. ഇമ്പോർട്ടൻ്റ് ആണ്. പെയിൻറ്റിങ് വർക്ക് ഫോർ ദി മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ലാഡേഴ്സ് ആർ നോട്ട് സൂട്ടബിൾ ഡ്യൂ ടു ദ ലിമിറ്റഡ് ലെങ്ത്. കാരണം നമുക്ക് എന്ത് ചെയ്യില്ല? ഒരു കോണി മാത്രം വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ ലാഡർ സ്കഫോൾഡിങ് ആ പ്രൊവൈഡ് സച്ച് ആസ് ഫിഗർ 27. സിമ്പിളാണ്. ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സിമ്പിളല്ലേ? ഈ ചിത്രം നോക്കി നോക്കും നിങ്ങൾ. ഈ ചിത്രം നോക്കി നോക്കും അല്ലേ. ലാഡേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? വർക്കിംഗ് പ്ലാറ്റ്ഫോം വെച്ചാൽ മതി അല്ലേ. നമുക്ക് നോക്കി നോക്കാം. ഗാൻട്രി വിത്ത് ട്രാവലർ ഓർ കെയിൻസ്. ദിസ് ടൈപ്പ് ഓഫ് ഗാൻട്രി കൺസിസ്റ്റ് ഓഫ് വുഡൻ സ്റ്റാൻഡേർഡ് ജനറലി ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇനി അടുത്തത് ഇതാണ് ഗാൻട്രി സ്കഫോൾഡിങ്. ഇനി ഈ PDF നമുക്ക് തന്നെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ സ്കിപ്പാക്കിയില്ല, കുറച്ച് ചില ബുക്കുകൾ ചിലതെല്ലാം സ്കിപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. സസ്പെൻഡ് സ്കഫോൾഡിങ് ഗുഡ് ഫോർ ടോൾ സ്ട്രക്ചർ അല്ലേ, നീളം കൂടിയ സ്ട്രക്ചേഴ്സിന്, ബട്ട് നോട്ട് ബെസ്റ്റ് ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ ഹെവി മെറ്റീരിയൽ. എനിക്കിപ്പോൾ എൻ്റെ അടിഭാഗത്തു നിന്ന് വലിയ സിമെൻറ്റ് ചാക്ക് അല്ലെങ്കിൽ വലിയൊരു കെട്ടിടത്തിൻ്റെ വലിയൊരു ഭാഗം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്യില്ല. സസ്പെൻഡ് സ്കഫോൾഡിങ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളതിൻ്റെ ചിത്രം കണ്ടൂലേ? സസ്പെൻഡ് സ്കഫോൾഡിങ് ചിത്രം കണ്ടൂലേ? ഇനി അടുത്തത് എന്താണ് സസ്പെൻഡ് സ്കഫോൾഡിങ് ചിത്രം കണ്ട്? കാൻഡിലിവർ സ്കഫോൾഡിങ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നീഡിൽ സ്കഫോൾഡിങ്. അപ്പോൾ ഈ ഒരു പേരും ഇമ്പോർട്ടൻ്റ് ആണ്. കാൻഡിലിവറിനെ വിളിക്കുന്ന വേറെ പേരാണ് നീഡിൽ സ്കഫോൾഡിങ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ പ്ലേസസ് വേർ ദി ഗ്രൗണ്ട് ഈസിൻ്റെ ഫ്ലാറ്റ് ഇനഫ് ഫോർ റെഗുലർ സ്കഫോൾഡിങ്. നമ്മൾ പറഞ്ഞു പുതിയൊരു നില മോൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് നിലയുടെ മുകളിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു വെർട്ടിക്കൽ സാധനം വെച്ചിട്ട് അതിൻ്റെ മുകൾക്ക് സ്കഫോൾഡിങ് ഉണ്ടാക്കും. അതാണ് കാൻഡിലിവർ അല്ലെങ്കിൽ നീഡിൽ സ്കഫോൾഡിങ്. അല്ലെങ്കിൽ നീഡിലൊക്കെ നമ്മൾ കണ്ടില്ലേ ചിത്രത്തിൽ. ഇനി അടുത്ത് ട്രസ്റ്റിൽ സ്കഫോൾഡിങ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പ്ലാറ്റ്ഫോം ദാറ്റ് സിറ്റ്സ് ഓൺ ടോപ്പ് ഓഫ് എ ലാഡർ വിത്ത് വീൽസ് ഓർ മാനുവബിലിറ്റി. തിരിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വീൽസ് ഒക്കെ കൊടുത്തിട്ട് ലാഡറിൻ്റെ മുകളിൽ വെക്കുന്നതാണ് ട്രസ്റ്റിൽ സ്കഫോൾഡിങ്. ഇനി സ്റ്റീൽ സ്കഫോൾഡിങ് സിമ്പിളാണ്. സിംഗിൾ സ്കഫോൾഡിങ് ആൾസോ കാൾഡ്, നമ്മൾ ഫസ്റ്റ് ചിത്രം കണ്ടു അല്ലേ, ബ്രിക്ക് ലെയർ സ്കഫോൾഡിങ്, കോമൺലി യൂസ്ഡ് ഫോർ ബ്രിക്ക് മാസൺട്രി. ഡിപ്പെൻഡൻറ്റ് സ്കഫോൾഡിങ് വരുന്നതാണ് ഫസ്റ്റാണ് സിംഗിൾ സ്കഫോൾഡിങ്. ഇനി പാറ്റേൺ സ്കഫോൾഡിങ് ക്വിക്ക് സ്റ്റേജ്. നമ്മുടെ ലിഫ്റ്റ് വർക്കിന് ഉപയോഗിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ് അല്ലേ. നമ്മൾ രണ്ടാമത്തെ കേസ് പഠിച്ചില്ലേ, രണ്ട് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പഠിച്ചാണ് ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ്ങാണ് നമ്മൾ എന്ത് ചെയ്യുക? ലിഫ്റ്റിൻ്റെ കേസിൽ പഠിക്കുക. ബേർഡ് കേജ് സ്കഫോൾഡിങ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ്ങാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ലിഫ്റ്റിൻ്റെ വർക്കിന് ഉപയോഗിക്കുക. ആ ഒരു പോയിൻ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് കണ്ടോ, ഇതാണ് ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ് അല്ലേ. ഇതാണ് ലിഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുക. കണ്ടോ, ഈ ഒരു കേസാണ് ലിഫ്റ്റ് വർക്കിന് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഇലക്ട്രിക്കലിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് അറിയാലേ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ പുറത്താണ് ഉണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വായിക്കുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല ഇതിൽ. പിന്നെ KLMN ആ ഷെല്ലും അതിൻ്റെ ഈ ഒരു നമ്പർ നമ്മൾ പഠിച്ചു വെക്കുക. K ഷെല്ലിൽ 2 എണ്ണമാണ്. K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 എണ്ണമാണ്. L ഷെല്ലിൽ 8 എണ്ണമാണ്. M ഷെല്ലിൽ 18 ആണ്. N ഷെല്ലിലും 18 ആണ്. സോറി ഇതാട്ടോ നോക്കിക്കോളും. K ഷെല്ല് 2 ആണ്. പിന്നെ L ഷെല്ല് 8 ആണ്. പിന്നെ
എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32 കേട്ടോ. ഞാൻ 18 എന്നാണ് പറഞ്ഞത്, 32. ആ ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ കണ്ടക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് PSC ചോദിക്കാറുണ്ട് കേട്ടോ. കണ്ടക്ടേഴ്സ് എന്താണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി ഫ്രീ ഇലക്ട്രോൺസ് പെർമിറ്റ് ഇലക്ട്രോൺ ടു മൂവ് ത്രൂ ഈസിലി. അതിൻ്റെ ജനറലി കണ്ടക്ടേഴ്സ് ഹാവ് ഇൻകംപ്ലീറ്റ് ബാലൻസ് ഷെൽ ഓഫ് 1 or 2 or 3 ഇലക്ട്രോൺസ്. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടർ. PSC പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൻ്റെ ബാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക. ഓപ്ഷൻ ഉണ്ടാവും 1, 4, പിന്നെ 8 ഇങ്ങനെ ഉണ്ടാവും. അതായത് 1, 4. 4 ആണെങ്കിൽ എന്തായിരിക്കും? സെമി കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ ആണോ? നമുക്ക് നോക്കി നോക്കാം. സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഹാവ് വാലൻസ് ഷെൽ കണ്ടെയ്നിങ് 4 ഇലക്ട്രോൺസ് അല്ലേ. സെമി കണ്ടക്ടർ ആണെങ്കിൽ 4 ആയിരിക്കും. ഇൻസുലേറ്റർ ആണെങ്കിലോ നോക്കി നോക്കൂ. ഹാസ് ഫ്യൂ ഇഫ് എനി ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് റെസ്റ്റിംഗ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതിലെന്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബാലൻസ് ഷെല്ലിൽ നോക്കി നോക്കൂ. 5, 6, 7. 4ലേക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോൺസ് ബാലൻസ് ഷെല്ലുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും? ഇൻസുലേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ 4 കുറവാണെങ്കിൽ എന്ത് വിളിക്കും? 1, 2, 3 ആണെങ്കിൽ എന്ത് വിളിക്കും? കണ്ടക്ടർ എന്ന് വിളിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഓക്കെ ആണോ? എന്തൊക്കെയാണ്? കോപ്പർ, അലുമിനിയം, സിങ്ക്, ലെഡ്, ടിൻ. ഏതാണ്? യുറേക്ക ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. നിക്കോം, സിൽവർ, ഗോൾഡ്. ഇതിലേറ്റവും കൂടുതൽ കണ്ടക്ടർ ഏതാണെന്ന് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇനി അടുത്തത് ഇൻസുലേറ്ററിൻ്റെ കേസിൽ നിങ്ങൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? എയർ ഇൻസുലേറ്റർ ആണ് കേട്ടോ. ഇൻസുലേറ്റർ ആണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് സ്പാർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഡിമിന്നലൊക്കെ ആക്കുമ്പോൾ എയർ കണ്ടക്ടർ ആണെങ്കിൽ എന്താവും? ഓക്കെ ആണോ? ഇനി ചില ടൈമിൽ എയർ കണ്ടക്ടർ ആവും കേട്ടോ. ഇനി ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്, പേപ്പർ, PVC, ഫൈബർ, മൈക്ക. സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ സെമി കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യുക? ഡയോഡിനും ട്രാൻസിസ്റ്ററിനൊക്കെ ഉപയോഗിക്കുക. ഇനി ഈ എർത്തിങ്ങിൻ്റെ കേസിൽ ഈ ഒരു 3 ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. സിസ്റ്റം എർത്തിങ്, എക്യുപ്മെൻറ്റ് എർത്തിങ്, സ്പെഷ്യൽ റിക്വയർമെൻറ്റ് എർത്തിങ്. ഈ PSC പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാറുള്ളത് എർത്ത് പ്ലേറ്റിൻ്റെ നമ്മൾ ചെയ്യുന്ന എർത്തിങ്ങിൻ്റെ ഡയമെൻഷൻസ് ചോദിക്കും. പിന്നെ അതിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് മിനിമം ആസ് പോസിബിൾ എന്ന് പറയാം കേട്ടോ. അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. സിസ്റ്റം എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിങ് അസോസിയേറ്റഡ് വിത്ത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നോർമലി എസെൻഷ്യൽ ടു ദി സേഫ്റ്റി ഓഫ് ദി സിസ്റ്റം ആൻഡ് ജനറലി നോൺ ആസ് സിസ്റ്റം എർത്തിങ്. ഏതിനുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മൾ എർത്ത് ചെയ്യുകയാണെങ്കിൽ എന്ത് വിളിക്കും? സിസ്റ്റം എർത്ത് എന്ന് വിളിക്കും. എന്നാൽ അതെവിടെ ഉണ്ടാവുക? ജനറേറ്റിംഗ് സ്റ്റേഷനിലാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സബ് സ്റ്റേഷനിലാണ് എന്ത് ചെയ്യുക? സിസ്റ്റം എർത്തിങ് ഉണ്ടാവുക. അവിടെ ഇനി എക്യുപ്മെൻറ്റ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എ പെർമനൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ബോണ്ടിങ് ടുഗദർ of all non-current carrying metal parts of the electrical equipment to the system earthing electrode. ഇപ്പോൾ നമ്മൾ മോട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡി മെറ്റൽ പാർട്സ് അല്ലേ, അത് നമ്മൾ എർത്ത് ചെയ്യൂലേ. എക്യുപ്മെൻറ്റ് എർത്തിങ് ഈസ് പ്രൊവൈഡഡ് ടു എൻഷുർ ദാറ്റ് ദി എക്സ്പോസ്ഡ് മെറ്റൽ പാർട്സ് ഇൻ ദി ഇൻസുലേഷൻ ഡു നോട്ട് ബിക്കം ഡേഞ്ചറസ് ബൈ അറ്റൈനിങ് എ ഹൈ ടച്ച് പൊട്ടൻഷ്യൽ അണ്ടർ കണ്ടീഷൻസ് ഓഫ് ഫാൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ആ ബോഡിയുമേ കൂടെ കറണ്ട് ഒഴുകിയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ മേത്തേക്കൊന്നും വരാൻ പറ്റില്ല. നേരെ എന്ത് ചെയ്യണം? നേരെ മണ്ണിലേക്ക് വിടണം, എർത്തിലേക്ക് വിടണം. ഇനി സ്പെഷ്യൽ റിക്വയർമെൻറ്റ് എർത്തിങ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എവിടെയൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ നോക്കുക കേട്ടോ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഓംസ് ലോ. ഓംസ് ലോയിൽ ഈ ഒരു ചിത്രം പഠിച്ചു വെക്കുക. VIR. ഇതൊന്നും നമുക്കൊരു 5-6 ഇക്വേഷൻ ഉണ്ടാക്കാം. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ I = V/R അല്ലേ. I എന്നുള്ള ഭാഗം എന്ത് ചെയ്യുക? പൊത്തി പിടിക്കുക. അപ്പോൾ ഞാൻ ഈ മൗസ് പോയിൻ്റ് കൊണ്ട് പൊത്തി പിടിച്ചുകൊണ്ടോ. അപ്പോൾ I = എന്താണ്? ബാക്കി വരുന്ന കാര്യം എഴുതുക. V മോളിലല്ലേ, V മോളിൽ എഴുതുക, R അടിയിലല്ലേ. ഒന്ന് മനസ്സിലായോ? അതായത് I = ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ? ആ ഭാഗം ഞാൻ പൊത്തി പിടിച്ചു. V മോളിലല്ലേ, അപ്പോൾ V/R എന്ന് നേരെ എടുത്ത് എഴുതുക. ഇനി R വരികയാണെങ്കിലോ R = രണ്ടാമത്തെ റെസിസ്റ്റൻസ് R വരുന്ന ഭാഗം ഞാൻ മൗസ് പോയിൻ്റ് കൊണ്ട് പൊത്തി പിടിച്ചു. മുകളിലേതാണ് V, അടിയിലേതാണ് I, V/I. ഇനി മുകളിൽ V വരികയാണെങ്കിലോ, V വരികയാണെങ്കിൽ ടെസ്റ്റ് ഉണ്ട്. മുകളിൽ V അല്ലേ, V = I ബൈ ആണല്ലോ, ഇത് ഇൻറ്റു എന്ന് കൂട്ടുക കേട്ടോ. ഈ ഒരു വര എന്ത് ചെയ്യുക? ഇൻറ്റു കൂട്ടുക. V = IR. ഓക്കെ ആണോ? I = V/R, R = V/I. മറ്റൊരു ഇക്വേഷൻ V = IR. ഇതെന്ന് ചിലപ്പം ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു സിമ്പിൾ യൂണിറ്റ് നിങ്ങൾ നോക്കുക. ഹൗ മച്ച് കറണ്ട് ഈസ് ഇൻ ഫ്ലോ ഇൻ ദി സർക്യൂട്ട് ഷോ ഇൻ ഫിഗർ 3. അവിടെ എന്താ ഫിഗർ 3 കണ്ടോ? റെസിസ്റ്റൻസ് എത്ര? 1 കിലോമീറ്റർ. വോൾട്ടേജ് അക്രോസ് എത്ര? 1.5. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? V = 1.5 എഴുതുക. പിന്നെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക? 1 കിലോ ഓം ആണ്. അതിനെന്ത് ചെയ്യുക? ഓമിലേക്ക് മാറ്റുക. 1 കിലോ ഓം എന്ന് പറഞ്ഞാൽ 1000 ഓം ആട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. ഇനി I = V/R എന്നുള്ള ഇക്വേഷൻ്റെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. 0.0015 ആംപിയർ ആണ് കിട്ടുക. ഇനി എന്താണ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു സെൻറ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ റേറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് അല്ലേ, ഇലക്ട്രിക് സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന റേറ്റിനെ അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്കാണ് എന്ത് വിളിക്കുക, ഇലക്ട്രിക്കൽ പവർ എന്ന് വിളിക്കുക. ഇനി അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുക. വർക്ക് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ വേറെ 2-3 ഇതുണ്ട്, VIT എന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ യൂണിറ്റ് പഠിച്ചു വെക്കുക. വാട്ട് മീറ്റർ ഈസ് ടു മെഷർ ടു ഇലക്ട്രിക്കൽ പവർ. പിന്നെ ഇലക്ട്രിക്കൽ പവർ ഇൻ വാട്ട്സ് എന്ന് പറയുമ്പോൾ V ഇൻറ്റു I അല്ലേ, അപ്പോൾ വോൾട്ടേജ് എന്തിനാ വോൾട്ട്സിലാണ്, കറണ്ട് എന്തില്ല ആംബിയർ. ഇലക്ട്രിക്കൽ പവർ ഈക്വൽ ടു VI എന്നാണ് വരിക. അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ, വാട്ട്, വോൾട്ട്, ആംബിയർ. ഇനി ദി ഡിഗ്രി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, കിലോ വാൾട്ടും മെഗാ വാട്ടും നമ്മൾ എന്ത് ചെയ്യും, ഡിഗ്രി യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇനി 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. 1 മെഗാ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ വാട്ടാണ്. PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1 മെഗാ വാട്ട് പറഞ്ഞാൽ 10⁻⁶ വാട്ടാണ്. ഇനി എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ എനർജി. അതായത് ടൈം, എത്ര ടൈമിൽ നമ്മൾ ഓടി, നമ്മൾ എനർജി മീറ്റർ എന്നല്ല പറയുക, വീട്ടിലെ കറണ്ടിൻ്റെ മീറ്ററിന് എന്താ വിളിക്കുക, എനർജി മീറ്റർ എന്നാണ് വിളിക്കുക. അപ്പോൾ VI ഇൻറ്റു സമയം ഇൻറ്റു ടൈം എന്നാണ് എന്ത് ചെയ്യുക, അത് പറയാം. ഇനി അടുത്തത് ഈ ഒരു പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ആൻഡ് ടൈം. അതിൽ 1ാമത്തെ പോയിന്റ് നമുക്ക് നോക്കി നോക്കാം. ഇഫ് പവർ ഈസ് ഇൻ വാട്ട്, പവർ വാട്ടിലാണ്, ടൈം സെക്കൻഡിലാണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി എന്താണ്, വാട്ട് സെക്കൻഡ് അല്ലേ, സിമ്പിളാണ്. ഇനി ഇലക്ട്രിക്കൽ എനർജി വാട്ട് സെക്കൻഡ്, പവർ ഇൻ വാട്ട്, ടൈം ഇൻ സെക്കൻഡ്. ഇനി അടുത്തത് ഇത് നോക്കി നോക്കാം. ഇലക്ട്രിക്കൽ എനർജി വാട്ട് ഹവറിലായിരിക്കും, അപ്പോൾ എന്തായിരിക്കും, പവർ വാട്ടിലായിരിക്കും, ടൈം എന്തായിരിക്കും, ഹവറിലായിരിക്കും. സിമ്പിൾ അല്ലേ. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ എനർജി ഇൻ കിലോ വാട്ട് അവർ ആണെങ്കിൽ പവർ എന്തായിരിക്കും, കിലോ വാട്ടിലായിരിക്കും, ടൈം എന്തായിരിക്കും, ഹവറിലായിരിക്കും. ഇനി പ്രാക്ടിക്കൽ യൂണിറ്റ് എന്താണ്, കിലോ വാട്ട് ഹവർ, KWH. നമ്മൾ മീറ്ററിൻ്റെ പുറത്ത് കാണും അല്ലേ, KWH. ദി ഇലക്ട്രിസിറ്റി ബിൽസ് ആർ മെയ്ഡ് ഓഫ് ഓൺ ദി ബേസ് ഓഫ് ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ദി കൺസ്യൂമർ. 1 കിലോ വാട്ട് അവർ ഈസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കോൾഡ് അസ് ബോർഡ് ഓഫ് ട്രേഡ് അല്ലേ. നമ്മൾ ട്രേഡ് യൂണിറ്റ് ആയിട്ട് ആരാ ഉപയോഗിക്കുക, ബോർഡ് ഓഫ് ട്രേഡ്. PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് ഓഫ് എനർജി ഏതാണ്, 1 കിലോ വാട്ട് ഹവറാണ്. 1 കിലോ വാട്ട് ഹവറിനെ നമ്മൾ എന്ത് വിളിക്കും, 1 യൂണിറ്റ് എന്ന് വിളിക്കും. ഇനി AC DC മീറ്ററിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. അതിൽ ബൈ സിമ്പിൾ ഉണ്ടാവും, ഒന്നെങ്കിൽ DC AC സിമ്പിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാജുവേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിന് കൊടുത്തിന് ആ മീറ്ററിൻ്റെ മുകളിൽ കൊടുത്തിട്ട് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സ്കെയിൽ നമുക്ക് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, അത് AC ആണോ DC ആണോ മനസ്സിലാക്കാം. നമുക്ക് വായിച്ചു നോക്കാം. ഇഫ് ദി ഗ്രാജുവേഷൻ ഓഫ് ഡയൽ ഈസ് യൂണിഫോം ആണെങ്കിൽ എന്തായിരിക്കും, അത് DC ആയിരിക്കും. പക്ഷേ ഇതിങ്ങനെ യൂണിഫോം അല്ല എന്നുണ്ടെങ്കിൽ എന്തും AC ആയിരിക്കും. ഇനി ടെർമിനൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്ലസും മൈനസും ആണെങ്കിൽ അതായിരിക്കും DC ആയിരിക്കും. ഇനി ഇൻ ദി AC മീറ്റർ ദർ ഈസ് നോ മാർക്കിംഗ്, ഒരു ടെർമിനലും ഒരു കളറിലൊരു വ്യത്യാസം ഇല്ലെങ്കിൽ എന്തായിരിക്കും, AC മീറ്റർ ആയിരിക്കും. ഇനി ഈ ഒരു വീൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക, പയർ വീൽ നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ ഓംസ് ലോൻ്റെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യുക, എല്ലാ ഇക്വേഷനും ഇതിലുണ്ട്. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഒരുപാട് ഫോർമുല സിമ്പിളായിട്ട് ഇതാക്കാം. ഈ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വോൾട്ടേജ് ആട്ടോ, V ആണ് കേട്ടോ. ഇവിടെ VIR എന്നല്ല നമ്മൾ പഠിച്ചത്. ഈ എന്ന് പറഞ്ഞാൽ വോൾട്ടേജാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. വേറൊരു വ്യത്യാസമൊന്നുമില്ല, ബാക്കി എല്ലാം സിമ്പിളാണ്. നമുക്ക് നോക്കി നോക്കൂ. പവറിന് എന്ത് ചെയ്യുക, VI എന്ന് എഴുതുക. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിക്കുക. പവറിന് എന്ത് ചെയ്താൽ VI എന്ന് എഴുതുക, അല്ലെങ്കിൽ I² R എന്ന് എഴുതുക, അല്ലെങ്കിൽ V²/R എന്ന് എഴുതുക. ഇനി റെസിസ്റ്റൻസ് ആണെങ്കിലോ V/I, അല്ലെങ്കിൽ V²/P, അല്ലെങ്കിൽ P/I². ഇനി ഈ വോൾട്ടേജ് V ആണെങ്കിലോ വോൾട്ടേജ് V = IR, V √PR, V = P/I. ഇനി കറണ്ട് I ആണെങ്കിലോ V/R, P/V, P/Rൻ്റെ റൂട്ട് എടുക്കുക. ഇനി നമുക്ക് സിലബസ് പെട്ടെന്ന് തീർക്കണം, അതുകൊണ്ടാണ് കേട്ടോ. ഇനി എന്താണ് അമ്മീറ്റർ നമ്മൾ കറണ്ട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അമ്മീറ്റർ എങ്ങനെയാണ്, സീരീസ് ആയിട്ടാണ്, ലോഡുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് അമ്മീറ്റർ, യൂസസ് ടു മെഷർ ദി എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ഇൻ ദി സർക്യൂട്ട്. ഇത് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എന്താണ്, ഡു നോട്ട് കണക്ട് ആൻഡ് അമ്മീറ്റർ ഇൻ പാരലൽ. കാരണം നമ്മൾ പഠിച്ചില്ലേ, അമ്മീറ്റർ സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. പിന്നെ പ്ലസ് മൈനസ് മാർക്ക് എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക. പിന്നെ എന്താണ് വോൾട്ട് മീറ്റർ എന്താണ്, to measure the voltage at any point of circuit, to measure the voltage drop in the circuit, to check the condition of the battery. ഇനി എങ്ങനെയാണ് വോൾട്ട് മീറ്റർ നോക്കുക, ഡു നോട്ട് കണക്ട് ദി വോൾട്ട് മീറ്റർ സീരീസ്. അപ്പോൾ വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദി സർക്യൂട്ട്. ഓക്കെ ആണോ, വോൾട്ട് മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുക, ഒരിക്കലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഓം മീറ്റർ എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും, റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഇനി ഇറ്റ് ഹാസ് ഓൺ ബിൽറ്റ് ഇൻ പവർ സോഴ്സ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇതിന് ഒരു ബാറ്ററി ഉള്ളിലുണ്ടാവും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പവർ ഓൺ ആക്കിയിട്ട് റെസിസ്റ്റൻസ് അളക്കരുത്, അപ്പോൾ ആ മെഷീൻ കേട് വരും.
സോ സർക്യൂട്ട് ബീങ് ചെക്ക്ഡ് വിത്ത് ദി ഹോം മീറ്റർ ഷുഡ് ബി ഡിസ്കണക്റ്റഡ് ഫ്രം ദി പവർ സപ്ലൈ അല്ലേ. പവർ ഓഫ് ആക്കിയിട്ടിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെസിസ്റ്റൻസ് അളക്കാൻ പറ്റുള്ളൂ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ബാറ്ററി ഉണ്ട്. യൂസ് ഓഫ് ഓമീറ്റർ യൂസ് ഇട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ നോക്കാം, മെഷർ ലോഡിൻ്റെ റെസിസ്റ്റൻസ് അളക്കാം. പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് ഫീൽഡ് കോയിൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫീൽഡ് കോയിലിൻ്റെ കണ്ടിന്യൂറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്റർ ഏതാ, ഓം മീറ്റർ ആണ്. മൾട്ടിമീറ്ററും ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ മൾട്ടിമീറ്ററും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, സിമ്പിളാണ്. ഇനി ഡു നോട്ട് കണക്ട് ഓം മീറ്റർ ഇൻ എനി പാർട്ട് ഓഫ് ലൈക്ക് റെസിസ്റ്റർ. നമ്മൾ പറഞ്ഞില്ല അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്, അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഓൺ ആക്കരുത്, സ്വിച്ച് ഓൺ ആക്കരുത്. പിന്നെ ഡു നോട്ട് കണക്ട് ആൻ ഓം മീറ്റർ അക്കോസ് ദി ടെർമിനൽ ഓഫ് എ ബാറ്ററി. ഒരു ബാറ്ററിയുടെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഓം മീറ്റർ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ടും ക്ലോസ് സർക്യൂട്ടൊക്കെ സിമ്പിളല്ലേ. നമ്മൾ സ്വിച്ച് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യും, അതിന് ഓപ്പൺ സർക്യൂട്ട് വിളിക്കും. അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും അല്ലേ, ഒരു ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. സ്വിച്ച് ഓപ്പൺ അല്ലേ. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് സർക്യൂട്ട് എന്താ, വെൻ ടു ടെർമിനൽ ഓഫ് ദി സെയിം സർക്യൂട്ട് ടച്ച് ഈച്ച് അതർ അല്ലേ, നമ്മൾ ഷോർട്ടായി എന്ന് പറയില്ലേ. ഷോർട്ട് സർക്യൂട്ട് മേ ബി ആൾസോ ഓക്കർ ഇഫ് ദി ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. റിസൾട്ട് എന്താ ചെയ്യുക, ലോവർ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതുകൊണ്ട് ലാർജ് കറണ്ട് ഒഴുകും. അത് ഭയങ്കര ഹസാർഡിന് കാരണമാവും. ഇനി പാരലൽ സർക്യൂട്ടും സീരീസ് സർക്യൂട്ടും. പാരലൽ സർക്യൂട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ നോക്കുക കേട്ടോ. ഫോർമുലയിൽ എന്തായിരിക്കും, റെസിസ്റ്റൻസ് എന്തായിരിക്കും, ആദ്യമുള്ള റെസിസ്റ്റൻസിനേക്കാട്ടിലും കുറവായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലേ 10ൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, 20ൻ്റെ ഒന്നുണ്ട്, 30ൻ്റെ ഉണ്ട് കരുതിക്കോ. അത് മൂന്നും ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, അതിൽ ഏറ്റവും ചെറുതിനേക്കാട്ടിലും കമ്മിയായിരിക്കും, 10നേക്കാട്ടിലും കമ്മിയായിരിക്കും. കാരണം ഒക്കെ 1/1 അല്ലേ, ഇപ്പോൾ കുറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വെറുതെ ഡൗട്ട് അടിക്കണ്ട. അങ്ങനെ PSC ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതായത് 1/R = 1/R1 + 1/R2 + 1/R3. ഇത് കുറയുക ചെയ്യുക അല്ലേ, 1/, എടുക്കുമ്പോൾ കുറയുക ചെയ്യുക. അപ്പോൾ ഈ R-നേക്കാട്ടിലും കുറവായിരിക്കും ഇത് മൂന്നും പാടെ കൂട്ടിയുള്ള വാല്യൂ. ഇനി എന്താണ് സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ, സീരീസ് സർക്യൂട്ട് R = R1 + R2 + R3 എന്നായിരിക്കും കേട്ടോ സീരീസ് സർക്യൂട്ടിൽ വരിക. റെസിസ്റ്റൻസിൻ്റെ സീരീസ് എന്നാകും കേട്ടോ. ഇനി എംബ്ലംസ് നിങ്ങൾ പഠിച്ചു വെക്കുക, ചിഹ്നങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് മൾട്ടിമീറ്റർ, ചോദ്യം കണ്ടിട്ടുണ്ട്. മൾട്ടിമീറ്ററിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിൽ എല്ലാം വരുന്നുണ്ട് കേട്ടോ, ഈ ടോപ്പിക്ക് എല്ലാം വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സിലബസ് നോക്കാം. ഓംസ് ലോ, കിർച്ചോഫ് ലോ, വീറ്റ്സോൺ ബ്രിഡ്ജ്, പിന്നെ മെഷർ ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മെഷർ ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 ഫേസിൽ സ്റ്റാറും ഡെൽറ്റ കണക്ഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഷർ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ, നമ്മൾ പഠിക്കാനേ വേണം. അപ്പോൾ എന്താണ്, ഓർഡിനറി മൾട്ടിമീറ്ററും ഉണ്ട്, പുതിയ തരം ഇലക്ട്രോണിക് മൾട്ടിമീറ്ററും ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ എന്താണ് ഫ്യൂസ്, എന്താണ് MCB, എന്താണ് ELCB. ഈ മൾട്ടിമീറ്ററിൻ്റെ കാര്യത്തിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, അത് ചോദിക്കൂ കേട്ടോ. മൾട്ടിമീറ്ററിൻ്റെ അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. മൾട്ടിമീറ്ററിനെ വിളിക്കുന്ന വേറൊരു പേരാണ് VOM മീറ്റർ. കാരണം അതിലെന്തൊക്കെ നമുക്ക് അളക്കാം, വോൾട്ടേജ് അളക്കാം അല്ലേ, ഓം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റായി ഓം അളക്കാം, പിന്നെ മില്ലി അമ്മീറ്റർ നമുക്ക് അളക്കാം. ആ ഒരു ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് സർക്യൂട്ട് ബ്രേക്കർ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫീസ് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, ഒരു വീക്കസ്റ്റ് പോർഷനാണ് എന്ത് ചെയ്യും, ഒരു പൊട്ടറ്റീവ് ഡിവൈസാണ്. എന്താണ്, ഈ കറണ്ടിനെ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യും, സ്വയം ഉരുകി നശിക്കൂലേ. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ R = ρL/A എന്നുള്ള അത് റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ വേരീസ് ഡയറക്ട്ലി വിത്ത് ലെങ്ത്. നീളം കൂടുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് എന്തായാലും കൂടും. പക്ഷേ ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയുക ചെയ്യുക അല്ലേ. അത്രയും കറണ്ട് ഒഴുകാൻ സ്ഥലം കിട്ടുമല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, വീതി കൂടുന്തോറും എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ് ഓൺ മെറ്റീരിയൽ ഓഫ് ദി വിച്ച് ഈസ് മെറ്റീരിയൽ. ഇതിപ്പോൾ സിൽവർ കൊണ്ടാണ് എഴുതിക്കോ, കറണ്ട് സുഖമായി പാസ്സാവും അല്ലേ. പക്ഷേ ഇരുമ്പ് കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യും, സിൽവറിൻ്റെ അത്ര കിട്ടില്ല, കുറച്ച് പതുക്കെ എന്ത് ചെയ്യുള്ളൂ, ഇരുമ്പ് കടത്തി വിടുള്ളൂ. അപ്പോൾ മെറ്റീരിയലിന് ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല ലാസ്റ്റ് പോയിന്റ് അധികം ആൾക്കാർക്കും അറിയില്ല, ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടറിന് നമുക്ക് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. കണ്ടക്ടറിൻ്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും. ഈ ഒരു PDF നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. ചാൻസ് മിക്കവാറും ഒരു 90% ഈ ഒരു ക്വസ്റ്റ്യൻസ് നിന്നായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക തന്നെ വേണം. നമ്മൾ ഈ വരുന്ന സൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം.